നമസ്കാരം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ രംഗത്ത് ഒരു വലിയ നാഴികക്കല്ലായി 114 റഫേൽ യുദ്ധവിമാനങ്ങൾ പുതുതായി വാങ്ങുന്നതിനുള്ള ചരിത്രപരമായ കരാറിന് പ്രതിരോധ മന്ത്രാലയം അന്തിമ രൂപം നൽകിക്കഴിഞ്ഞു. അങ്ങനെ ഈ കരാർ യാഥാർത്ഥ്യത്തോട് അടുത്തിരിക്കുകയാണ്. 3.25 ലക്ഷം കോടി രൂപയുടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യം ഇക്കാലമത്രയും നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായി മാറും. ഇന്ത്യയുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കുന്നതിനായുള്ള മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ MRFA പരിപാടിയുടെ ഭാഗമാണ് ഈ പദ്ധതി. രാജ്യത്തെ വ്യോമസേനയുടെ കൈവശമുള്ള കാലപ്പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങൾ മാറ്റി അത്യാധുനിക ശേഷിയുള്ള നൂതന യുദ്ധവിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനായാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതിലുപരി ഇന്ത്യയുമായി പ്രതിരോധ രംഗത്ത് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങളെ ആയുധബലത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും കാര്യത്തിൽ മറികടക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള നൂതന പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള 36 റഫേൽ യുദ്ധവിമാനങ്ങളുടെ കൂട്ടത്തിലേക്ക് 114 ഫൈറ്റർ ജെറ്റുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതോടെ രാജ്യത്തെ റഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 150 ഉയരും. ഇന്ത്യ ഇത്തരമൊരു ശ്രമം നടത്തുന്നതിനിടയിലും ആഗോള പ്രതിരോധ വിശകലന വിദഗ്ധർ ഒരു നിർണായക ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇന്ത്യ എത്ര ശ്രമിച്ചാലും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് നടത്തിവരുന്ന നിരന്തര വികാസത്തെ ചെറുക്കാൻ ഇന്ത്യക്കാകുമോ എന്നതാണ് ഈ ചോദ്യം. കഴിഞ്ഞ ഏതാനും നാളുകളായി ചൈന തങ്ങളുടെ സൈനിക വ്യോമയാന ഉൽപാദനം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ ഇന്റലിജൻസ് കണക്കുകൾ പ്രകാരം 2025 പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് അഥവാ PLAFF-ന്റെ വികസന പദ്ധതി മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നതാണ്. 2025 എന്ന ഒരേ ഒരു വർഷത്തിനുള്ളിൽ ചൈന ഏകദേശം 300 പുതിയ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ പ്രതിരോധ രംഗത്തേക്ക് കൂട്ടിച്ചേർത്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ J-20 മൈറ്റി ഡ്രാഗൺ ഹെവി സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ 120 യൂണിറ്റുകളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ J-20A സിംഗിൾ സീറ്റ് വേരിയന്റും അഡ്വാൻസ്ഡ് J-20S ടിൻ സ്വീറ്റ് പതിപ്പും ഉൾപ്പെടുന്നു. ഇലക്ട്രോണിക് യുദ്ധം ഏകോപിപ്പിക്കുന്നതുൾപ്പെടെ സങ്കീർണമായുള്ള ആധുനിക യുദ്ധത്തിനായാണ് ചൈന ഇരട്ട സീറ്റുകളുള്ള J-20S ടിൻ സീറ്റ് പതിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2025 മാത്രം 100നും 170നും ഇടയിൽ നോൺ സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ ശക്തമായ J-16 മൾട്ടിറോൾ ഫൈറ്റർ, കാരിയർ ബോൺ J-15 ഡെറിവേറ്റീവുകൾ, സിംഗിൾ എഞ്ചിൻ J-10C എന്നിവയും ഉൾപ്പെടുന്നു. J-20യുടെ ഉൽപാദന നിരക്ക് മാത്രം മതി ചൈന കഴിഞ്ഞ വർഷം കൈവരിച്ച പ്രതിരോധ നേട്ടത്തെ സംബന്ധിച്ച വ്യക്തമായ ചിത്രം ലഭിക്കാൻ. 2022 അവസാനത്തോടെ 150 J-20 വിമാനങ്ങളായിരുന്നു ചൈനയ്ക്കുണ്ടായിരുന്നതെങ്കിൽ 2023 അവസാനമായപ്പോഴേക്കും അത് 200 ഉയർന്നു. ഇപ്പോൾ പ്രതിവർഷം 120ലധികം സ്റ്റെൽത്ത് ജെറ്റുകളായി ഉൽപാദന ലൈനുകൾ സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയുടെ J-20 പ്രോഗ്രാം ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 5ാം തലമുറ ഫൈറ്റർ ഫ്ലീറ്റായാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ ഈ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ 180 റഫേലുകളുടെ കൂട്ടവുമായി ഇന്ത്യക്കാകുമോ എന്നതാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ചോദിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 4.5ാം തലമുറ യുദ്ധവിമാനമായാണ് റഫാൽ കണക്കാക്കപ്പെടുന്നത്. RB-E2 ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ റഡാറും സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും സംയോജിപ്പിച്ച റഫേലിന്റെ പോരാട്ട വീര്യം യുദ്ധക്കളത്തിൽ എതിരാളികളെ തളയ്ക്കാൻ പോന്നതാണ്. ഇതിലെ മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലും സ്കാൽപ് ഡീപ് സ്ട്രൈക്ക് ക്രൂയിസ് മിസൈലും സജ്ജമാകുമ്പോൾ ചൈനയുടെ J-10C J-16 എന്നിവയുൾപ്പെടെയുള്ള 4ാം തലമുറ എതിരാളികളെ നിഷ്പ്രയാസം മറികടക്കാനാകും. എന്നിരുന്നാലും J-20 ഒരു സവിശേഷ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 5ാം തലമുറ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ എതിരാളികളുടെ നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ J-20ക്ക് കഴിവുണ്ട്. J-20യിൽ ഗ്രൗണ്ട് റഡാറുകളിൽ നിന്നുള്ള ഡാറ്റകൾ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. യുദ്ധവിമാന രംഗത്തെന്ന പോലെ തന്നെ ചൈന അടിയന്തര സാഹചര്യങ്ങളിൽ 100 കണക്കിന് പോരാളികളെ വേഗത്തിൽ എത്തിക്കുന്നതിനായി എയർബേസുകളും ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കുകളും നവീകരിച്ചു വരികയുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ സൈനിക ശേഷിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യക്ക് ചുറ്റും നിലനിൽക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനായുള്ള ഒരൊറ്റപ്പെട്ട പരിഹാരമായല്ല, മറിച്ച് അത്തരം വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനായുള്ള ഒരു നിർണായക പാലമായാണ്. നിലവിൽ ഇന്ത്യ തദ്ദേശീയ ആയുധ വികസനത്തിൽ ഏറെ ശ്രദ്ധയൂന്നി വരികയാണ്. ഇത്തരത്തിലുള്ള തദ്ദേശീയ പദ്ധതികൾ ഒന്നൊന്നായി ഫലമണിയുമ്പോൾ രാജ്യത്തിന്റെ സൈനിക ആധിപത്യവും ഉയരും. തദ്ദേശീയ പ്രതിരോധ മുന്നേറ്റത്തിനൊപ്പം
ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന റഫേൽ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പോരാട്ടശേഷിക്ക് അത് മുതൽക്കൂട്ടായി തീരും. 114 പുതിയ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള ഇന്ത്യയുടെ നീക്കം എണ്ണത്തിന്റെ കാര്യത്തിൽ ചൈനയുടെ വാർഷിക യുദ്ധവിമാന ഉൽപാദനത്തിന് തുല്യമാകില്ലെങ്കിലും അവയുടെ തന്ത്രപരമായ മൂല്യം വളരെ വലുതാണ്. എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം എന്നത് തന്നെയാണ് വാസ്തവം. ഫ്രാൻസിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ വൈദഗ്ധ്യ ശേഷിക്ക് കൂടുതൽ തിളക്കം പകരും. റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ ശക്തി വർദ്ധിപ്പിക്കുകയും ഒപ്പം രാജ്യത്തിന് വിശ്വസനീയമായ പ്രതിരോധ നിലപാട് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ റഫേൽ വെറുമൊരു യുദ്ധവിമാനമല്ല. തദ്ദേശീയ രംഗത്ത് ഇന്ത്യ പൂർണ്ണമായും സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ തലയുയർത്തിപ്പിടിക്കാൻ ഇത്തരത്തിലുള്ള പുതുനീക്കങ്ങൾ അനിവാര്യമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.